ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മുടെ വിചിന്തനത്തിന് പ്രയോജനപ്പെടുത്തക്ക നിലയിൽ ഇവിടെ പ്രസ്താവിക്കുവാൻ ഈ സമയത്ത് ഞാൻ ആഗ്രഹിക്കുകയാണ്. വാസ്തവത്തിൽ ഈ വിഷയം ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെയൊക്കെ മനസ്സിൽ വളരെ പതിഞ്ഞു കിടക്കുന്ന പരമ്പരാഗതമാകുന്ന ഒരു ചിന്താഗതി, അത് എത്രത്തോളം ശരിയാണ് തെറ്റാണ് എന്ന് സ്വയം വിലയിരുത്തേണ്ടതിന് ഒരവസരമുണ്ടാകട്ടെ എന്ന് വെച്ചാണ് ഞാനിത് പറയുന്നത്. ഭൂതം ഒഴിപ്പിക്കൽ, രോഗസൗഖ്യം, ഇതൊക്കെ ഏതോ ചില പ്രത്യേക സഭാ വിഭാഗങ്ങൾക്ക് മാത്രമായി നൽകപ്പെട്ടിരിക്കുന്ന ഒരു പ്രത്യേക ശുശ്രൂഷയാണെന്നും ബ്രദറൻ സമൂഹത്തെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ഒരു സംവിധാനം, അതായത് ഭൂതമിറക്കുക, രോഗസൗഖ്യം പ്രാർത്ഥിച്ച് വാങ്ങുക, ഇതൊക്കെ തെറ്റായ ഒരു ചിന്താഗതിയാണെന്നും പരമ്പരാഗതമായി ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ മഹാകവി KV സൈമൺ അവറുകളുടെ ജീവചരിത്രം സംബന്ധിച്ച് ബഹുമാന്യനായ TA കുര്യൻ സാഗർ മഹാകവി KV സൈമൺ സ്മരണകളിലൂടെ എന്ന തന്റെ ചരിത്ര പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള 2 സംഭവങ്ങൾ ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുവാൻ ഈ സമയത്ത് ആഗ്രഹിക്കുകയാണ്. അതിലൊന്ന് ഒരു ഭൂതമിറക്കലാണ്. ഞാൻ താമസിക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് ഒരു 3.5-4 കിലോമീറ്റർ അപ്പുറത്ത്, അല്ലെങ്കിൽ 5 കിലോമീറ്റർ അപ്പുറത്ത് നെല്ലിക്കാല എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. കോഴഞ്ചേരിക്ക് പോകുന്ന തെക്കേമലയ്ക്കും ഇലന്തൂരിനും ഇടയ്ക്കുള്ള സ്ഥലമാണ് നെല്ലിക്കാല എന്ന് പറയുന്നത്. തെക്കേമല നിന്ന് കഷ്ടിച്ച് ഒരു 2.5 കിലോമീറ്റർ കാണും. മഹാകവി KV സൈമൺ സാർ ജീവിച്ചിരുന്നത് ഇടയാറുംളയാണ്. അദ്ദേഹത്തിന്റെ കാലത്ത് അത്യപൂർവമായിരിക്കുന്ന ആത്മീയ ഉണർവും സുവിശേഷ പ്രഘോഷങ്ങളും ക്രിസ്തീയ സംവാദങ്ങളും നടന്നിരുന്നു എന്നുള്ളത് ഈ ദേശവാസികളായ എല്ലാ ക്രൈസ്തവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു സത്യമാണ്. അദ്ദേഹം തന്റെ ആ ഉണർവ് പ്രസ്ഥാനം, വിയോജിത പ്രസ്ഥാനവും ആ ശുശ്രൂഷകളും അഭംഗുരം മുന്നേറുന്ന കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവമായിട്ടാണ് ഈ സംഭവത്തെ വിലയിരുത്തപ്പെടുന്നത്. ഞാനിന്ന് പകലില് വാസ്തവത്തിൽ ഈ വിഷയം സംബന്ധിച്ച് ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടപ്പോൾ 1-2 സഹോദരന്മാര് ഒരു പക്ഷെങ്കിൽ ഈ കാര്യം ചരിത്രത്തിൽ നടന്നതാണോ എന്നൊരു സന്ദേഹം അവരെ രേഖപ്പെടുത്തിയിട്ടുണ്ടായി. ഒരു പക്ഷെങ്കിൽ അവർക്ക് ആ കാര്യത്തെക്കുറിച്ച് വസ്തുനിഷ്ഠമായ അറിവ് ഇല്ലായിരിക്കും. അതുകൊണ്ടായിരിക്കാം അങ്ങനെ പ്രതികരിച്ചത് എന്ന് ഞാൻ ചിന്തിക്കുന്നു. ആ പ്രിയപ്പെട്ട സഹോദരന്മാരുടെയും കൂടെ അറിവിലേക്കാണ് ഈ വിഷയം ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നെല്ലിക്കാല എന്ന് പറയുന്ന സ്ഥലത്ത് മാർത്തോമ സ്വഭാവഭാവത്തിൽപ്പെട്ട ഒരു വീട്ടിലെ ഒരു പയ്യൻ, അവന്റെ പേര് അബ്രഹാം എന്നാണ്. ആ പയ്യന് ഏറിയ വർഷങ്ങളായി ഭൂതരോഗബാധയുണ്ട് എന്ന് പറയപ്പെടുന്നു. പല ആളുകളും ഇദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഭൂതങ്ങളെ പുറത്താക്കാൻ പലവരും ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഇങ്ങനൊരു വാർത്ത സൈമൺ സാറിന്റെ അരികിലെത്തുകയും ബഹുമാനായ സൈമൺ സാർ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്ന കുഞ്ഞിക്കാച്ചൻ എന്ന് പറയുന്ന ആളിനെയും കൂട്ടിക്കൊണ്ട് അവിടെ ഈ നെല്ലിക്കാലായിൽ ഭൂതബാധിതനായ അബ്രഹാമിന്റെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നിട്ട് ഈ ഭൂതത്തെ സൈമൺ സാറ് ആ മുറിയിൽ കയറി ശാസിക്കുകയും അതിനെ പുറത്താക്കുകയും ചെയ്ത രംഗമാണ് ഈ ചരിത്രരേഖയിൽ എഴുതിയിട്ടുള്ളത്. ഇത് TA കുര്യൻ സാഗർ അവറുകൾ ഈ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതുന്നതിന് മുമ്പ് എന്റെ പിതാവ് ഈ കാര്യത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്റെ ഓർമ്മയിലുണ്ട്. എന്ന് മാത്രമല്ല, സൈമൺ സാറിന്റെ അളിയൻ ഇടയാറുംള ചരിപ്പുറത്ത് ബഹുമാനായ സ്കറിയ ഉപദേശിയായിരുന്നു. അദ്ദേഹം എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠനാണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം മുഖാന്തരം എന്റെ പിതാവിനും ഈ സംഭവത്തെക്കുറിച്ച് വ്യക്തമായ അറിവുള്ളതാണ്. അങ്ങനെയാണ് എന്റെ പിതാവ് ബാല്യത്തിൽ തന്നെ ഈ കാര്യം എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഈ പുസ്തകം TA കുര്യൻ സാർ എഴുതിയത് പിന്നീടാണ് ഞാൻ വായിക്കുന്നത്. ആ പുസ്തകത്തിന്റെ 214 പേജിൽ അദ്ദേഹം വളരെ വ്യക്തമായി ഒരു ഭൂതമിറക്കൽ എന്നുള്ള ഹെഡിങ്ങിൽ തന്നെ ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മലയാള വർഷം 1096 ഈ സംഭവം നടന്നത്. രാത്രി 7 മണി ആയപ്പോഴേക്ക്
ഈ അബ്രഹാം എന്നു പേരുള്ള ഈ ബാലകരെ നിരന്തരമായി ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ഭൂതം അദ്ദേഹത്തെ ബാധിച്ചതായി അറിവ് കിട്ടി. സൈമൺ സാറും അദ്ദേഹത്തിന്റെ അളിയനായിരിക്കുന്ന ഇടയാറുമുള്ള ചരിപ്പുറത്ത് സ്കറിയ ഉപദേശിയും കുഞ്ഞിക്ക അപ്പച്ചനും ഒന്നിച്ചേർന്ന് ഈ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് ഈ രോഗിയുടെ മുറിയിൽ കയറി ഭൂതബാധിതനായ വ്യക്തിയെ നേരിൽ കണ്ടു. കണ്ടപ്പോൾ തന്നെ അല്പമല്ലാത്ത ചില പരിഭ്രമവും ചേഷ്ടകളും ഒക്കെ ഈ ഭൂതബാധിതനായ പയ്യൻ കാണിച്ചു. ഈ ഭൂതത്തെ സൈമൺ സാറ് പ്രാർത്ഥിക്കുകയും ഇറങ്ങിപ്പോകുവാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൽപ്പിക്കുകയും ചെയ്തു. ആദ്യം പോകത്തില്ല എന്ന് പറഞ്ഞെങ്കിലും ഭൂതം ചാടിപ്പോയി എന്നാണ് വായിക്കുന്നത്. ചില ചേഷ്ടകളോടുകൂടി ഭൂതം ഉടൻ പോയിക്കൊള്ളാമെന്ന് പറയും. അതായത് നാളെ പോകാം, അടുത്ത ദിവസം പോകാം, 10 ദിവസം കഴിഞ്ഞു പോകാം എന്നൊക്കെ വാദങ്ങൾ പറഞ്ഞെങ്കിലും ഉടൻ പോകണം എന്ന് യേശുവിന്റെ നാമത്തിൽ പറയുകയും ഭൂതം അദ്ദേഹത്തെ വലിച്ച് ഇഴച്ച് ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു എന്ന് പറയുന്നു. ഇതിന്റെ നാട്ടുകാരായ ആളുകൾ എല്ലാവരും സാക്ഷികളാണ്. ആ വീട്ടിൽ അനേക ആളുകൾ തടിച്ചുകൂടിയിരുന്നു എന്ന് ചരിത്രരേഖ പറയുന്നു. ബ്രഹ്മരക്ഷസ് എന്ന് പറയുന്ന ഒരു ഭൂതമാണെന്നും മന്ത്രവാദികളെ കൊണ്ടുപോലും ഈ ഭൂതത്തെ പുറത്താക്കുവാൻ അസാധ്യമായിരുന്നു എന്നും ഒരു ബ്രാഹ്മണ സ്ത്രീ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ രാത്രി തന്റെ അടുക്കിലേക്ക് വരുന്നതായി ഈ പ്രിയപ്പെട്ട അബ്രഹാം എന്ന് പറയുന്ന ബാലൻ പലപ്പോഴും സാക്ഷ്യം പറഞ്ഞിരുന്നതായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ഭൂതത്തെ പുറത്താക്കുവാൻ സൈമൺ സാറിന്റെ പ്രാർത്ഥന കൊണ്ട് സാധിച്ചാൽ അദ്ദേഹത്തിന്റെ വേർപാട് പ്രസ്ഥാനത്തിൽ തന്നാട്ടുകാരായ ആളുകൾ വിശ്വസിച്ച് ചേർന്നുകൊള്ളാം എന്ന് അനേക ആളുകളും അന്ന് പറഞ്ഞു. ഏതായാലും അനേക ആളുകളുടെ സാന്നിധ്യത്തിലാണ് സൈമൺ സാർ പ്രാർത്ഥിച്ച് ഈ ഭൂതം ഇറങ്ങിയത്. സൈമൺ സാറ് പ്രാർത്ഥിച്ചുകൊണ്ട് ഭൂതം ഇറങ്ങിയെന്ന് ഞാൻ പറയുന്നതിനേക്കാൾ വിശ്വസിച്ചുകൊണ്ട് ഏത് ക്രിസ്തു ഭക്തർ പ്രാർത്ഥിച്ചാലും ഭൂതബാധിതരുണ്ടെങ്കിൽ ഭൂതം ഇറങ്ങും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഒരു ചരിത്രരേഖയാണ്. ഇത് ഞാൻ എഴുതിയിട്ട ഒരു പ്രത്യേകമാകുന്ന വിഷയം അല്ല. അപ്പോൾ എന്നോടൊരാൾ ചോദിച്ചു, ES പ്രാർത്ഥിച്ചാൽ ഭൂതം ഇറങ്ങുകയില്ലേ? ഞാൻ പ്രാർത്ഥിച്ച് ഭൂതബാധിതനായ ആളിന്റെ ശരീരത്തിൽ നിന്ന് ഭൂതം ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേർപാടിലെ 1-2 സുവിശേഷന്മാര് അവരുടെ പ്രാർത്ഥിച്ച് ഭൂതം ഇറങ്ങിയ അനുഭവങ്ങൾ ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ നമ്മളിതിനെ അന്ധമായി എതിർക്കുന്നത് കരിസ്മാറ്റിക് വിഭാഗങ്ങളിലെ ആളുകൾ ഈ കാലത്ത് ഈ ഭൂതമിറക്കലും രോഗശാന്തിയും ഒരു സ്റ്റേജ് ഷോ ആയിട്ട് അവതരിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ പ്രാക്ടിക്കലി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാൻ സാധ്യതയില്ല എന്ന് നാം അങ്ങ് വിധി പ്രഖ്യാപിക്കുന്നു. വിശ്വസിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ ശാസിച്ചാൽ ഭൂതങ്ങൾ ഇറങ്ങും. അത് നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തിയല്ല, യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തിയാണെന്ന് പൂർണ്ണമായി നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഐഹിക ജീവിത നാളുകളിൽ ഭൂതബാധിതരായ അനേക ആളുകളെ അവന്റെ അടുക്കൽ കൊണ്ടുവരികയും അവയെ ശാസിച്ച് അകറ്റുകയും ചെയ്തു. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ 6000 ഭൂതങ്ങൾ ഒരു മനുഷ്യർ കൂടി കൊണ്ട ലെഗിയോൻ, ആ ലെഗിയോനിൽ ഉണ്ടായിരുന്ന ഭൂതങ്ങളെ യേശുക്രിസ്തു പുറത്താക്കിയതായി നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ ഭൂതരോഗബാധിതരായ പല ആളുകളെയും യേശുക്രിസ്തു തന്റെ ഐഹിക നാളുകളിൽ സൗഖ്യമാക്കിയതായി വിശുദ്ധ വേദപുസ്തകം പറയുന്നു. വേദപുസ്തകം അങ്ങനെ പറയുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ഒരു ഉപദേശം ഒരിക്കലും ഞാൻ സ്ഥാപിക്കാൻ ശ്രമിക്കാറില്ല. വേദപുസ്തകത്തിലെ ഉപദേശ സത്യങ്ങളെ ഗവേഷണ പാഠവത്തോട് തന്നെ സൂക്ഷ്മ നിരീക്ഷണം ചെയ്യുകയും അത് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. ഇതാണ് എന്റെ ദൌത്യങ്ങളിൽ ഒന്ന്. ഞാൻ ഒരു വേർപാട് സഹോദരനാണ്. അപ്പോൾ തന്നെ ഈ കാര്യം വേദപുസ്തകം എഴുതി വെച്ചേക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് തന്റെ ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ സകല വ്യാധികളുടെ മേലും ഭൂതങ്ങളുടെ മേലും അധികാരമുള്ളവരായി നാനാ രോഗികളെ സൗഖ്യമാക്കുന്നതിനും അവരെ പറഞ്ഞയച്ചു എന്ന് വായിക്കുന്നു. ഇത് അപ്പോസ്തോലിക കാലത്ത് അപ്പോസ്തോലിക അധികാരത്തോടെ അവർ ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ആരും അപ്പോസ്തലന്മാരല്ല. അതുകൊണ്ട് അപ്പോസ്തോലിക അതോറിറ്റി നമുക്കില്ലെങ്കിലും നസ്രയനായ യേശുവിന്റെ നാമത്തിന്റെ അധികാരം നമുക്കുള്ളതുകൊണ്ട് വിശ്വാസത്തോടെ നാം പ്രാർത്ഥിച്ചാൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ദൈവം പ്രവർത്തിക്കുകയും ഭൂതബാധിതരായ ആളുകൾ ഉണ്ടെങ്കിൽ ഭൂതം അവരിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യും എന്ന് നമുക്ക് ദൈവവചനം കൊണ്ട് വിശ്വസിക്കാം. മറ്റൊരു സംഭവം ബഹുമാനായ ടി.എ. കുര്യൻ അവർ ഇതേ പുസ്തകം എഴുതിയിട്ടുള്ളത് ആ പുസ്തകത്തിന്റെ 101-ാമത്തെ പേജിലാണ്. ഈ 101-ാമത്തെ പേജിൽ ഒരു അത്ഭുതകരമായ രോഗശാന്തി എന്ന ശീർഷകത്തിലാണ് അദ്ദേഹം ഇത് എഴുതിയിട്ടുള്ളത്. ഇത് സൈമൺ സാറിന്റെ വ്യക്തിഗത ജീവിതത്തെ സംബന്ധിച്ചുള്ള ഒരു പ്രസ്താവനയാണ്. ആ നാളുകളെല്ലാം
താൻ ഒരു രോഗിയായി കഴിഞ്ഞുകൂടുകയായിരുന്നു. സൈമൺ സാറിനെ കുറിച്ച് പറയുകയാണ്. അദ്ദേഹത്തിന് മുഖത്തുണ്ടായ ഒരു വ്രണം കരിയായികയാൽ താൻ വളരെ കഷ്ടപ്പെട്ടു. പലപ്പോഴും നീര് വരികയും പുറമേ പൊട്ടി പഴുപ്പ് പുറത്തു പോവുകയും ചെയ്തുകൊണ്ടിരുന്നു. കുറെ ദിവസത്തേക്ക് വ്രണം കരിയും ഭേദമായി എന്ന് തോന്നും. എന്നാൽ കുനിഞ്ഞിരുന്ന് അധികം എഴുതുകയോ ഉറക്കിളക്കുകയോ തണുത്ത കാറ്റ് ഏൽക്കുകയോ ചെയ്യുന്ന സന്ദർഭങ്ങളെല്ലാം വീണ്ടും നീരുകൊണ്ട് പഴുത്ത് പൊട്ടിയൊലിക്കുമായിരുന്നു. ഇങ്ങനെ പൊട്ടി ഒഴുങ്ങി തുടങ്ങിയത് മലയാള വർഷം 1074 അദ്ദേഹം രേഖപ്പെടുന്നു. ഇത് സൈമൺ സാറിന്റെ കാര്യമാണ്. ഒരുമാതിരിപ്പെട്ട എല്ലാ ചികിത്സകളും സൈമൺ സാറിന്റെ മുഖത്തുണ്ടായ കവിളുവാർപ്പ് എന്ന് പിന്നീട് അറിയപ്പെട്ട മുഖത്ത് ആവർത്തിച്ച് പൊട്ടിയൊഴുകുന്ന ഈ രോഗത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ രോഗശമനത്തിനായി ആ ചികിത്സകൾ ഒന്നും തന്നെ ഫലിച്ചിരുന്നില്ല. കൂടെ ഉണ്ടായിരുന്ന അസ്വാസ്ഥ്യ നിമിത്തം മുങ്ങിക്കൊള്ളി വൈദ്യന്മാർ നിശേഷം നിരോധിച്ചിരുന്നു എന്ന് ചരിത്രരേഖ പറയുന്നു. കാച്ചിയ എണ്ണയും മരുന്നും പഥ്യവിധികളും കേവലം ഫലശൂന്യമായി കാണപ്പെടുകയാൽ അവയിലുള്ള ആശ വിട്ട് രോഗശമനത്തിനായി ദൈവദാസൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇത് സംബന്ധിച്ച് സൈമൺ സാർ തന്നെ പറഞ്ഞിട്ടുള്ള സംഗതികൾ, അതായത് സൈമൺ സാർ അദ്ദേഹത്തിന്റെ ജീവിത അനുഭവത്തിൽ കൂടെ അദ്ദേഹം പറഞ്ഞ കാര്യം ടി. കുര്യൻ സാഗർ ഇത് പകർത്തി എഴുതി എന്നൊരു തെറ്റ് മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ സൈമൺ സാറിന്റെ ജീവിത അനുഭവത്തിൽ അദ്ദേഹത്തിനുണ്ടായ രോഗസൗഖ്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ടി. കുര്യൻ സാഗർ ഒരു ചരിത്രരേഖയിൽ പകർത്തി എഴുതിയത് ശേഷമുള്ള തലമുറകൾക്കും വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. അപ്പം പ്രാർത്ഥിക്കാനുള്ള നടത്തിപ്പും രോഗശാന്തി ലഭിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസവും കരുണാവാരിധിയായ ദൈവം എനിക്ക് തന്നു. സൈമൺ സാർ പറയുകയാണ്, പ്രാർത്ഥിക്കുവാനുള്ള നടത്തിപ്പും രോഗശാന്തി ലഭിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസവും കരുണാവാരിധിയായ ദൈവം എനിക്ക് നൽകി. ആർക്ക്? സൈമൺ സാർ നൽകി. യാക്കോബ് 5 പറയുന്ന പോലെ എണ്ണ തേച്ച് പ്രാർത്ഥിക്കണം എന്നുള്ള ബോധമാണ് എനിക്കുണ്ടായത്. സൈമൺ സാർ പറയുകയാണ്, നിങ്ങൾ രോഗിയായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ അവന്റെ മേൽ എണ്ണ പൂശി അവന്റെ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന കേൾക്കുന്ന ദൈവം അവന് സൗഖ്യം നൽകുമല്ലോ എന്നുള്ളത്. അതുകൊണ്ട് ബോധം അദ്ദേഹത്തിനുണ്ടായി. മരുന്ന് ചേർന്നതാകിയാൽ കാച്ചിയ എണ്ണ അതിന് കൊള്ളുകയില്ല എന്ന് കണ്ട് ഒരു ദിവസം വീട്ടിലാരും അറിയാതെ കുറെ കോളെണ്ണ വാങ്ങി വെക്കുകയും എന്റെ കൂട്ടു സഹോദരനുണ്ട് എന്റെ തലമേൽ പൂശി എണ്ണ പൂശി പ്രാർത്ഥിപ്പാൻ ഞാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പൊ വാസ്തവത്തില് വാക്യപ്രകാരം മൂപ്പന്മാരാണ് എണ്ണ പൂശേണ്ടത് എന്ന് യാക്കോബ് പറഞ്ഞ ലേഖനത്തിലെ വാക്യപ്രകാരം സഭയിലെ മൂപ്പന്മാരാണ് എണ്ണ പൂശി പ്രാർത്ഥിക്കേണ്ടത്. അതേക്കുറിച്ച് സൈമൺ സാർ ഇങ്ങനെ ഇരിക്കുന്നു, എന്നാൽ ഞാൻ നിൽക്കുന്ന സഭയുള്ള മൂപ്പൻ, അദ്ദേഹം നിൽക്കുന്ന അന്ന് ഇടയാറുമുള്ള സഭയിലായിരുന്നു. ഇന്നത്തെ സ്ഥിതിയല്ല. സൈമൺ സാർ ജീവിച്ചിരുന്ന കാലത്തെ കാണിച്ച് സൈമൺ സാർ എഴുതി വെച്ചിരുന്ന കാര്യമാണ്. ഞാനിത് ഇങ്ങനെ പറയുന്നു എന്നുള്ളതുകൊണ്ട് എന്നെ കല്ലെറിയാൻ ആരും തയ്യാറാകേണ്ട. കല്ലെറിഞ്ഞാൽ ഒരുപാട് ഏറെ ഞാൻ കൊണ്ടവനായതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചൊന്നും പേടിയില്ല. അപ്പം എന്നാൽ ഞാൻ നിൽക്കുന്ന സഭയുള്ള മൂപ്പൻ സാക്ഷാൽ മൂപ്പനല്ലെന്നുള്ള ബോധ്യം എനിക്കുണ്ടായതുകൊണ്ട് അത്രേ കൂട്ടു സഹോദരനെ ഈ വിഷയത്തിൽ മൂപ്പനായി അംഗീകരിക്കുവാൻ നിശ്ചയിച്ചത്. ഇതെന്റെ വാക്കുകളല്ല, സൈമൺ സാറിന്റെ വാക്കുകളാണ്. അദ്ദേഹം നിലനിന്നു പോകുന്ന ഇടയാറുമുള്ള സഭയിൽ അന്ന് ഉണ്ടായിരുന്ന മൂപ്പന്മാർ സാക്ഷാൽ മൂപ്പന്മാരല്ല എന്ന് തനിക്ക് വളരെ ബോധ്യമുണ്ടായിരുന്നു. അപ്പൊ പിന്നീട് എനിക്ക് ബോധ്യമുണ്ടായെങ്കിൽ എന്നെ കല്ലെറിയേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ അന്ന് സൈമൺ സാറിന് ആ ബോധ്യമുണ്ടായിരുന്നു, സാക്ഷാൽ മൂപ്പന്മാരല്ലായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? കൂട്ടു സഹോദരനെ അതിനായി ഉപയോഗിച്ചു. അന്ന് സാക്ഷാൽ മൂപ്പൻ കൃപാവരും സഭ ഇവയെക്കുറിച്ച് ആർക്കും വ്യക്തമായി അറിഞ്ഞുകൂടായിരുന്നു. എന്നാൽ അന്ന് സാക്ഷാൽ മൂപ്പൻ കൃപാവരും സഭ ഇതേക്കുറിച്ച് വ്യക്തമായി ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. ഇന്ന് നമുക്കറിയാവുന്ന പോലെ കാര്യങ്ങൾ അറിയത്തില്ലായിരുന്നു എന്നാണ്. ഞാൻ എന്റെ മനോബോധം സഹോദരന് പറയും. അദ്ദേഹം അത് സമ്മതിച്ചതിനാൽ ഞങ്ങൾ ഇരുവരും കൂടി എണ്ണയും കൊണ്ട് പമ്പയാറ്റിൽ പോയി. ഇടയാറുമുള്ള ആഞ്ഞിലിമൂട്ടി കടവിൽ മണപ്പുറത്ത് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് എണ്ണ പൂശി രോഗശാന്തി പ്രാപിക്കുകയും ചെയ്തു. സഭയിൽ നിന്ന് രോഗശാന്തി വരം നിന്നുപോയി എങ്കിലും, ശ്രദ്ധിച്ചു കേൾക്കണം, സഭയിൽ നിന്ന് രോഗശാന്തി വരം നിന്നുപോയി എങ്കിലും നടത്തിപ്പോടുകൂടിയുള്ള പ്രാർത്ഥനയാൽ രോഗശാന്തി ഉടൻ ലഭിക്കുവാൻ കഴിയുന്നത് ആണെന്നുള്ളതിന് ഒരു ജീവസാക്ഷ്യമായി ഈ സംഭവം എന്റെ ജീവിതത്തിൽ ഇരിക്കുന്നു. മഹാകവി KV സൈമൺ സാറ് എഴുതി വെച്ചേക്കുന്ന കാര്യമാണ് ഞാനീ പറയുന്നത്. ഇനി ഒരു വാക്കൂടെ പറയാം. ഇദ്ദേഹത്തിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന് എണ്ണ പൂശിയ ആള് അദ്ദേഹത്തിന്റെ സ്വന്തം അളിയൻ, അതായത് അദ്ദേഹത്തിന്റെ സഹോദരി ഭർത്താവും എന്റെ അച്ചായന്റെ ഗ്രാൻഡ് ഫാദറിന്റെ മൂത്ത ജ്യേഷ്ഠമായ ഇടയാറുമുള
സ്കറിയ ഉപദേശി എന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം ആണ് ആഞ്ഞിലിമുട്ടിക്കടവിൽ വെച്ച് ഈ എണ്ണ സൈമൺ സാറിന്റെ ദേഹത്ത് പൂശി അദ്ദേഹത്തിന് വേണ്ടി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചത്. അപ്പം രോഗശാന്തി ലഭിച്ചതോടുകൂടെ ആ കാലത്ത് പലർക്കും ഉണ്ടായതുപോലെ ചികിത്സ ആവശ്യമില്ലെന്നും ചികിത്സ തെറ്റാണെന്നും ഞങ്ങൾക്ക് തോന്നി. സൈമൺ സാറിന് ആ കാലഘട്ടങ്ങളിൽ തോന്നിയ തോന്നലിനെ കുറിച്ചാണ് പറയുന്നത്. ഇനിയും ചികിത്സ ആവശ്യമില്ല, രോഗശാന്തിക്ക് വേണ്ടി ദൈവത്തിൽ ആശ്രയിച്ചാൽ മതിയെന്ന് പൊതുവെ രോഗശാന്തി വിദഗ്ധന്മാരായ ആളുകൾ പറയുന്ന ചിന്താഗതി സൈമൺ സാറിന്റെ ജീവിതത്തിൽ ഉണ്ടായി. ഗോസ്പൽ ട്രംപറ്റ് കമ്പനിക്കാരുടെ പുസ്തകങ്ങളും മാസികകളും ഈ കാര്യത്തിൽ ഞങ്ങളെ വളരെ ഉത്സാഹിപ്പിച്ചു. അതുകൊണ്ട് ചികിത്സയുള്ള രോഗിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയില്ലെന്ന് നിർബന്ധം പിടിക്കുകയായി. ഇത് നിമിത്തം പലർക്കും വിഷമവും ദുഃഖവും ഉണ്ടായി. സൈമൺ സാറിന്റെ കാലത്തൊക്കെ ഓരോ സമയത്ത് ഓരോ ആളുകൾക്കുണ്ടാകുന്ന ഓരോ തോന്നലുകളാണ്. കർത്താവായ യേശുക്രിസ്തു പോലും രോഗിക്കല്ലാതെ വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് യേശു കണ്ണുപൊട്ടനെ സൗഖ്യമാക്കുമ്പോൾ തുപ്പലുകൊണ്ട് ചേറുണ്ടാക്കി അവന്റെ കണ്ണിൽ പൂശിയ ശേഷം ശിലോഹാം കുളത്തിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ മരുന്ന് ഉപയോഗിച്ചും മരുന്നില്ലാതെയും യേശു ക്രിസ്തു സൗഖ്യമാക്കിയിട്ടുണ്ട്. ഇവിടെ സൈമൺ സാറിന് അത്ഭുതകരമായി രോഗസൗഖ്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ വായിക്കുന്നത് ഇനിയും മരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയില്ല എന്ന് അവർ ഒരു തീരുമാനം ചെയ്തു. എല്ലാ രോഗങ്ങൾക്കും പ്രാർത്ഥനയാൽ സൗഖ്യം കിട്ടുന്നില്ലെന്നും ചികിത്സയെക്കുറിച്ച് ഇത്ര നിഷ്കർഷ വെക്കേണ്ട ആവശ്യമുണ്ടോ എന്നും ഞാൻ ആലോചിക്കുകയും പലരുമായി സംഭാഷണം നടത്തുകയും ചെയ്തു. അങ്ങനെ വിശിഷ്യ വലിയ നിർബന്ധികളായ ഗോസ്പൽ ട്രംപറ്റുകാരുടെ പുസ്തകങ്ങൾ, അതെനിക്ക് തോന്നുന്നത് ഏതോ ബ്രിട്ടീഷുകാരുടെ ഒരു പ്രത്യേക പ്രസ്ഥാനത്തിൽ കിട്ടുന്ന പുസ്തകമായിരിക്കണം ആ കാലത്ത്. അപ്പോൾ പുസ്തകങ്ങൾ വായിക്കുകയും ചെയ്തപ്പോൾ പ്രാർത്ഥനയാൽ ചിലപ്പോൾ രോഗസൗഖ്യം ലഭിക്കുകയും രോഗശാന്തി വരം ചിലർക്ക് ലഭിക്കുന്നുമുണ്ടെന്നും ഞാൻ മനസ്സിലാക്കി. ചികിത്സ തെറ്റാണെന്ന് പറഞ്ഞുകൂടാ ഇത്യാദി വിളംബം വിന എനിക്ക് മനസ്സിലായി. അപ്പൊ അദ്ദേഹം പിന്നീട് ഒരു കണ്ടെത്തൽ എത്തിച്ചേർന്നു. രോഗശാന്തി ഒരു വരവ് നിലയിൽ സഭയിൽ നിന്ന് നിന്നുപോയെങ്കിലും ആവശ്യാനുസരണം ഭക്തിയോടുകൂടിയ പ്രാർത്ഥനയ്ക്ക് മറുപടി എന്ന നിലയിൽ രോഗസൗഖ്യം ഇന്നും സംഭവിക്കാം. പക്ഷേ നമ്മുടെ സജിത്തും കൂട്ടരും ഒക്കെ ചെയ്യുന്ന പോലെ തങ്കവും താരവും ഒക്കെ സ്റ്റേജിൽ ഷോ ചെയ്യുന്ന പോലെ ഇവിടെ രോഗശാന്തി വിൽപ്പന ചരക്കാക്കി വിൽക്കുന്ന സംവിധാനം ദൈവസഭയ്ക്ക് ഇല്ല. എന്നാൽ ശരിയായി രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ ജീവിതത്തിന് വില കൊടുക്കുന്നവനും ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് വിശ്വസിക്കുന്നവനും പ്രാർത്ഥിച്ചാൽ ദൈവം ഇതിന് മറുപടി തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ആ നിലയിൽ സൗഖ്യം ലഭിക്കും. ഇത് സൈമന്റെ ജീവിതത്തിലെ അതിപ്രധാനമായ ഒരു ഘട്ടമായിരുന്നു എന്ന് രേഖപ്പെടുന്നു. വിശ്വാസത്തോടുള്ള പ്രാർത്ഥനയെ കർത്താവ് കേൾക്കുകയും രോഗശമനം നൽകുകയും ചെയ്തിരിക്കുന്ന ഒരു സമയമാണ് ഇതെന്ന് എനിക്ക് വളരെ വ്യക്തമായി ബോധ്യമായി എന്നാണ് അദ്ദേഹം എഴുതുന്നത്. എന്നാൽ ഇന്നത്തെ രോഗശാന്തി പ്രഖ്യാപനവും ഈ സംഭവവുമായി യാതൊരു ബന്ധവും ഇല്ല. ഇത് സൈമൺ സാറിന് ലഭിച്ച ഈ അത്ഭുതാവഹമായ രോഗസൗഖ്യത്തെക്കുറിച്ച് ഈ പ്രദേശങ്ങളിലുള്ള സകല ആളുകൾക്കും നന്നായിട്ട് അറിയാം. അവരെല്ലാവരും ഈ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ്. അപ്പം അദ്ദേഹത്തിന്റെ കുടുംബ ബന്ധു എന്ന നിലയിൽ എന്റെ പിതാക്കന്മാർക്കും ഈ കാര്യം വളരെ വ്യക്തമായി ബോധ്യമുള്ളതാണ്. അപ്പോ വാസ്തവത്തില് ഇപ്പോൾ ഭൂതങ്ങൾ ഇന്നും ചില മനുഷ്യരിൽ പ്രൊസസ് ചെയ്യാറുണ്ട്. അത് ഈ നമ്മളിന്ന് കരിസ്മാറ്റിക് ഗ്രൂപ്പുകൾ കാണുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ് പലപ്പോഴും കാര്യങ്ങളെ വിലയിരുത്തുന്നത്. ഇപ്പൊ ഈ എന്നോട് ആലോചിച്ച് ചോദിച്ചു, ഈ നിങ്ങൾക്ക് എന്താണ് ഭൂതശാന്തി ശുശ്രൂഷ ഇല്ലാത്തത്? അതിന് ഞാനൊരു മറുപടി പറഞ്ഞു. ഞങ്ങളിലുള്ള ഭൂതങ്ങളെല്ലാം കർത്താവായ യേശുവിനെ രക്ഷിതാവ് കർത്താവുമായി ഞങ്ങൾ സ്വീകരിച്ചപ്പോൾ സ്വമേധയാ ഒഴിഞ്ഞുപോയി. യേശു ക്രിസ്തുവിന്റെ രക്തം ഞങ്ങളുടെ പാപങ്ങൾക്ക് ശുദ്ധീകരണം വരുത്തിയപ്പോൾ ഭൂതങ്ങൾ ഒഴിഞ്ഞുപോയിട്ട് ഞങ്ങൾ ഭൂതശാന്തി പ്രാപിച്ചവരായിട്ടാണ് കർത്താവിന്റെ സഭയുടെ അംഗങ്ങളുമായത്. അതുകൊണ്ട് സഭാ അന്തരീക്ഷത്തിൽ വന്ന ശേഷം ഭൂതങ്ങളെ പുറത്താക്കുന്ന സംവിധാനം ഞങ്ങൾക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്റെ സ്റ്റാൻഡ് അതാണ്. അതായത് രക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യനെയും ലോകത്തിലെ ഒരു ഭൂതവും ബാധിക്കുകയില്ല. 91 സംഖ്യകളിൽ അങ്ങനെയാണ് വായിക്കുന്നത്. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രവാദമോ കൂടോത്രമോ ക്ഷുദ്രമോ ശകുനമോ രാശിചക്രം കൊണ്ടുള്ള ദോഷങ്ങളോ ചൊവ്വാദോഷമോ ഇങ്ങനെയുള്ള യാതൊരു ദോഷങ്ങളും രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിക്ക് ഉണ്ടാവുകയില്ല എന്നാണ് ഒരു ദൈവദാസനാകുന്ന ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഇന്നലെ അങ്ങനെ വിശ്വസിച്ചു, ഇന്ന് അങ്ങനെ വിശ്വസിക്കുന്നു, നാളെയും അങ്ങനെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ തന്നെ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥനയിൽ ചില പ്രത്യേക കാര്യങ്ങൾ ചില ആളുകൾക്ക് രോഗസൗഖ്യം ലഭിക്കും എന്നും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതിന്റെ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി
സൈമൺ സാറിന്റെ ജീവചരിത്രത്തിൽ നിന്ന് ഞാൻ ഈ ഭാഗം ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. എന്നാൽ ഇന്ന് നമുക്ക് സംഭവിച്ചേക്കുന്ന ഒരു തകരാറ് ഞാൻ പറയാം. പ്രാർത്ഥനയാകട്ടെ വിശ്വാസമാകട്ടെ, അത് അനുഭവത്തിൽ നിന്ന് ഒരു സാങ്കേതികത്വത്തിലേക്ക് വഴിമാറുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാറില്ല. നമ്മൾ പ്രാർത്ഥിക്കാൻ വാസ്തവത്തിൽ പോയിരിക്കുമ്പോൾ ഒരു ടെക്നിക്കൽ പ്രയർ, സാങ്കേതികമായൊരു പ്രാർത്ഥന നമ്മൾ ഉരുവിട്ടുകൊണ്ട് ഒരു ഭൂതം ബാധിതനായ മനുഷ്യന്റെ അടുത്ത് ചെന്നാൽ ആ ഭൂതം ഇറങ്ങിപ്പോവുകയില്ല. ഞങ്ങൾ ബാംഗ്ലൂരിൽ താമസിക്കുന്ന സമയത്ത് ഞാൻ പഠിച്ച ബെറിയൻ ബാപ്റ്റിസ്റ്റ് ബൈബിൾ കോളേജ് ആൻഡ് സെമിനാരി, അതിന്റെ പ്രസിഡന്റായിരുന്ന ഡോക്ടർ ജേക്കബ് ഷെല്ലി, ഞങ്ങൾ ഒരിക്കൽ ഒന്നിച്ച് ബോംബെയിൽ ഒരു ശുശ്രൂഷയ്ക്കായി പോയ സമയത്ത്, ടീമായി പോയ സമയത്താണ് ഒരു വില്ലേജിൽ വെച്ച് ബാധിതയായ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് അക്ഷരീകമായി പ്രാർത്ഥിച്ച് ഭൂതം ഈ പെൺകുട്ടിയെ നിലത്തിട്ട് പിടച്ച് അതിന്റെ ശരീരത്തിൽ നിന്ന് പോയിട്ട് ആ കുട്ടി വിശ്വാസത്തിലേക്ക് വരുന്നത് ഞങ്ങൾ കണ്ടത് എന്റെ ഓർമ്മയിലുണ്ട്. അതുപോലെ മൂർഖം പാമ്പ് കടിച്ച ഒരു ബ്രാഹ്മണ സ്ത്രീ പുതുതായി വിശ്വാസത്തിൽ വന്നയാളാണ്. അവളെ വീട്ടുകാരെല്ലാവരും അവളെ വിശ്വാസത്തിൽ വന്നുകൊണ്ടാണ് പാമ്പ് കടിച്ചത്, മരിച്ചു പോകും എന്ന് പറഞ്ഞ് അതിഭയാനകമായ പ്രശ്നമുണ്ടായി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ആ സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അത്ഭുതകരമായ സൗഖ്യം ആ സ്ത്രീക്ക് ലഭിച്ചത് ഞങ്ങൾ കോളേജിലെ ഒരുപറ്റം സ്റ്റുഡൻസ് സാക്ഷികളായി. അപ്പൊ ഇതൊന്നും സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഞാനൊരു ബന്ധക്കൂസുകാരനോ കരിസ്മാറ്റിക്കാരനോ ആണെന്ന് വ്യാഖ്യാനിക്കരുത്. ഇത് നടന്ന ചില സംഭവം ഞാൻ പറയാം. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും മൂക്കമ്പാമ്പ് കടിച്ചാൽ ആ പ്രാർത്ഥിച്ചാൽ ജീവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കാറില്ല. മൂക്കമ്പാമ്പ് കടിച്ചാൽ ഉടനെ ആശുപത്രിയിലേക്ക് പോകണം. കാരണം വളരെ വേഗത്തിൽ 8 മിനിറ്റിനുള്ള ആശുപത്രിയിൽ ചെല്ലാൻ കഴിഞ്ഞാൽ ലൈഫ് സേവ് ചെയ്യാൻ കഴിയുമെന്നാണ് ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നത്. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. നമ്മൾ സാധു സുന്ദർ സിംഗിന്റെ ജീവചരിത്രം പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നെറ്റിയെ പാമ്പിനെ കൊണ്ട് കൊത്തിപ്പിച്ച രംഗം, അതായത് താൻ സുവിശേഷം സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ടു എന്നുള്ളതുകൊണ്ട് നെറ്റിമേൽ പാമ്പിനെയും കൊണ്ട് കടിപ്പിച്ചിട്ട് തനിക്ക് മൃത്യു സംഭവിക്കാതിരുന്ന ചരിത്രം എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ ചില സാഹിതികളിൽ കാണപ്പെടുന്ന അതിശോക്തിയാണെങ്കിലും എല്ലാ കാര്യങ്ങളും അതിശോക്തിയിൽ വരുന്നില്ല. എന്നാൽ അപ്പോൾ തന്നെ ഇന്നത്തെ സ്റ്റേജുകളിൽ കാണുന്ന പെർഫോമൻസ്, അതായത് ക്യാമറയുടെയും യൂട്യൂബിന്റെയും അകമ്പടിയുടെ മുമ്പാകെ നടത്തപ്പെടുന്ന രോഗശാന്തികൾ, അതുപോലെ ഭൂതമിറക്കലുകൾ, പിന്നെ വീര്യപ്രവൃത്തികൾ, ഇങ്ങനെയുള്ള യാതൊരു സംഗതികളും ഞാൻ വിശ്വസിക്കുന്നില്ല. അത് സുവിശേഷ കച്ചവടമാണെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ സൈമൺ സാറിന്റെ ജീവിതത്തിൽ ഇങ്ങനെ 2 സംഭവം ഉണ്ടായിട്ട്, ഒന്ന്, സാർ പ്രാർത്ഥിച്ച് അബ്രഹാം എന്ന് പറയുന്ന ഒരു ബാലകന്, ഇപ്പൊ ആ വ്യക്തി സൈമൺ സാറിനെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളവനല്ല, പയ്യനാണ്. അപ്പൊ അത് എന്നെ പരിചയമുണ്ടോ എന്ന് സൈമൺ സാർ ചോദിക്കുമ്പോൾ അറിയാം എന്ന് പറഞ്ഞു. എവിടെ വെച്ച് എന്ന് ചോദിച്ചപ്പോൾ ആറാട്ടുപുഴ കൺവെൻഷൻ മണപ്പുറത്ത്. അപ്പൊ സൈമൺ സാർ ആ കാലഘട്ടങ്ങളിൽ ആറാട്ടുപുഴ മണപ്പരപ്പിൽ കൺവെൻഷൻ നടന്ന കാലഘട്ടങ്ങളായിരുന്നു. അപ്പൊ ആ കൺവെൻഷൻ മണപ്പുറത്ത് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ പയ്യൻ ആറാട്ടുപുഴ പോയിട്ടില്ല, ആറാട്ടുപുഴ കൺവെൻഷൻ നഗറിൽ കണ്ടിട്ടില്ല, സൈമൺ സാറിനെ അതിനു മുമ്പ് കണ്ടിട്ടില്ല, അത് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ വാസ്തവത്തില് ഭൂതങ്ങൾക്ക് ഇങ്ങനെയുള്ള കഴിവുണ്ട്. അവർ ഊടാടി നടക്കുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് ദേശത്തെ പല കാര്യങ്ങളെ സംബന്ധിച്ചും അറിയാം. ഈ ഭൂതബാധിതനായ പയ്യനെ കുറിച്ച് പറയുന്നത്, ആരെ കണ്ടാലും കാണുന്ന ആളുകളുടെ ഭൂതകാല ചരിത്രം ഈ ഭൂതം വിളിച്ചു പറയുമായിരുന്നു. പിശാചിന് ഒരു പരിധിവരെ അതിന് കഴിവുണ്ടെന്നാണ് ഈ YS എങ്കിൽ സാറിന്റെ സാത്താനും പ്രവർത്തന പദ്ധതിയും എന്ന പുസ്തകത്തിന്റെ പഠനത്തിലൂടെ ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. പൂർവ്വകാലങ്ങളും ഭാവി കാലങ്ങളിൽ ചിലതൊക്കെയും പറയാൻ പിശാചിന് സാധിക്കും. അവിടെയാണ് ഈ വെളിച്ചപ്പാട് ലക്ഷണം പറയുന്ന ആളുകളുടെ ശുശ്രൂഷകൾ കൊണ്ട് പല കാര്യങ്ങളും അവർ പറയുന്നതും ഏതാനും ചിലതൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ സൈമൺ സാറ് എന്ത് ചെയ്തു? അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അവിടെ സൈമൺ സാറിന്റെ ശക്തി ഞാൻ വിശ്വസിക്കുന്നില്ല. നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ബാലകന്റെ ശരീരത്തെ വിട്ടു പോകണം എന്ന് കർത്താവിന്റെ നാമത്തിൽ കൽപ്പിച്ചു. ഭൂതം അവനെ വിട്ടുപോയി. തന്റെ സ്വന്തം ജീവിതത്തിൽ അനേക വൈദ്യന്മാർ, ഓമല്ലു വൈദ്യൻ, ഇവിടെ അറിയപ്പെടുന്ന മാടോലി വൈദ്യൻ, പല വൈദ്യന്മാരാലും ചികിത്സ ചെയ്തിട്ടും യാതൊരു നിലയിലും സൗഖ്യം പ്രാപിക്കാതിരുന്ന തന്റെ കവിള് പൊട്ടി ഒഴുകുന്ന മാരകരമായ രോഗത്തിന് അത്യപൂർവമായ നിലയിൽ, അത്ഭുതഭാഗമായ നിലയിൽ പ്രാർത്ഥനയിൽ ഉടനടി സൗഖ്യം ലഭിച്ചു എന്നാണ് നമ്മൾ തിരുവഴുത്തിൽ വായിക്കുന്നത്. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ വാസ്തവത്തില് കുറേശ്ശെ ശരിയായി, 10% ശരിയായി, ഒരു 50% ഏറെക്കുറെ ശരിയായിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ തുടർച്ചയായുള്ള പ്രാർത്ഥനയിൽ പൂർണ്ണമായി വിടുതൽ ലഭിക്കുമെന്ന് പറയുന്ന സൗഖ്യമല്ല ഞാനീ പറയുന്നത്. വേദവസം നൽകുന്ന പ്രാർത്ഥന പ്രകാരം പ്രാർത്ഥിച്ചാൽ ഉടൻ തന്നെ സൗഖ്യം ലഭിക്കുമെങ്കിൽ
അത് ദൈവഹിതമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറുവശത്തും നമ്മൾ വായിക്കുന്നുണ്ട്, ഹിസ്കിയാവിന് രോഗസൗഖ്യം ലഭിക്കേണ്ടതിന് യെശയ്യാ പ്രവാചകനോട് പോയി പ്രാർത്ഥിക്കാൻ ദൈവം നിയോഗിച്ചു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38 അധ്യായം. അദ്ദേഹം പോവുകയും പ്രാർത്ഥിക്കുകയും അവന് രോഗശാന്തി ലഭിക്കുകയും ചെയ്തു. എന്നാൽ അവന്റെ പുറത്തുള്ള മാരകരമായ പരു അത് സൗഖ്യമാകുന്ന അത്തിപ്പഴക്കട്ട ഉടന്ന് അവന്റെ പുറത്തിടാനായിട്ട് ദൈവം പ്രവാചകൻ മുഖാന്തരം കൽപ്പിക്കുകയും അങ്ങനെ ചെയ്യുകയും ചെയ്തു എന്നും വായിക്കുന്നുണ്ട്. രണ്ട് നിലയിലുള്ള സൗഖ്യമാണ് ദൈവം നൽകുന്നത്. ഒന്ന്, മരുന്നിൽ കൂടി ദൈവം നൽകുന്ന സൗഖ്യം. അത് നാട്ടുവൈദ്യമോ ഹോമിയോപ്പതിയോ അലോപ്പതിയോ മറ്റേത് ആയുർവേദമോ ഏത് ചികിത്സാ വിധിയോ ആവാം. മരുന്നിലൂടെ ചെയ്യുന്ന ദൈവികമായ രോഗ ശുശ്രൂഷ. രണ്ട്, പെട്ടെന്ന് തന്നെ ദൈവം മരുന്ന് കൂടാതെ ചെയ്യുന്ന രോഗ ശുശ്രൂഷ. അപ്പൊ ഇങ്ങനെയുള്ള 2-3 സംഭവങ്ങളുണ്ട്. തിരുവനന്തപുരം താമസിച്ചു വന്ന ബഹുമാന്യനായ നമ്മുടെ KB ജോൺസ് സാറ്, അദ്ദേഹം ആശയ്ക്ക് വിരോധമായി ആശയോടെ എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകങ്ങൾ നമ്മുടെ ആളുകൾ ഒക്കെ ഈ പുസ്തകങ്ങളൊക്കെ വായിക്കണം. ഞാൻ എവിടുന്നെങ്കിലുമൊക്കെ തപ്പിപ്പിറക്കി ഇത് പറയുമ്പോൾ ആയിരിക്കാൻ നിങ്ങൾ ചില ആളുകൾ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയുന്നു. അദ്ദേഹം എഴുതിക്കുന്ന പുസ്തകം ഇങ്ങനെയാണ്, ആശയ്ക്ക് വിരോധമായി ആശയോടെ. അദ്ദേഹത്തിന്റെ ഒരു സഹോദരന്റെ കാര്യമാണ്. ഉദരസംബന്ധമായി ഉണ്ടായ മരണകരമായ ക്യാൻസർ. ആ ക്യാൻസറിന് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ചികിത്സ ചെയ്തു. പക്ഷേ ആശുപത്രിയിൽ നിന്ന് തള്ളി മരണത്തെ കാത്ത് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ വസതിയിൽ ഈ സഹോദരിയെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38 എഴുതിക്കുന്ന പോലെ ഹിസ്കിയാവിന് രോഗസൗഖ്യം നൽകുവാൻ അത്തിപ്പഴക്കട്ട ഉണ്ടെന്ന് അവന്റെ വ്രണത്തിന്മേലിടുവാൻ ദൈവം കൽപ്പിച്ച രംഗം അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ വരികയും സാക്ഷാൽ ബ്രദറങ്കാരനായ KB ജോൺസ് സാറ് അത്തിപ്പഴം വാങ്ങിച്ചുകൊണ്ട് വന്ന് ഈ പെങ്ങളുടെ വയറിൽ, അതായത് ക്യാൻസർ മുഖാന്തരം വീർത്തു നിൽക്കുന്ന വയറിൽ ഈ അത്തിപ്പഴക്കട്ടയിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഉദരത്തിൽ നിന്ന് ഒരു വലിയ പൊട്ടലുണ്ടായി. പൊട്ടലില് 6, 8, 10 കോട്ടൺ സാരികൾ ഒപ്പിയിട്ടും തീരാത്ത വിധം ഉദരത്തിൽ നിന്ന് പഴുപ്പ് നദി പോലെ ഒഴുകി എന്നാണ് പറയുന്നത്. അങ്ങനെ ഒഴുകി അവസാനം വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ചേർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകണം, ഇത് വയറ് തുന്നിക്കെട്ടണം എന്നെല്ലാം നിർബന്ധിച്ചെങ്കിലും വേദപുസ്തകത്തിലെ ഉപദേശത്തെയും വചനത്തെയും പൂർണ്ണമായും വിശ്വസിച്ച സാറ് അതിനെ വിസമ്മതിച്ചു. 6-7 ദിവസങ്ങൾ, 3-4 ദിവസങ്ങൾ ഈ പഴുപ്പിങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരുന്നു. ആ സഹോദരി പൂർണ്ണമായും സൗഖ്യം പ്രാപിച്ചു. വയറിലുണ്ടായിരുന്ന മുഴുവൻ പഴുപ്പും പൊട്ടി ഒരു ദ്വാരത്തിലൂടെ പുറത്തേക്ക് ഒഴുകി. 8-10 കോട്ടൺ സാരികൾ കീറി ആ പഴുപ്പുകൾ മൊത്തം ഒപ്പിയെടുത്തു. വയറ് പൂർവ്വസ്ഥിതിയിലായി. ക്യാൻസർ അപ്രത്യക്ഷമായി. ഇത് ഒരു പെന്തക്കോസുകാരന്റെയോ കരിസ്മാറ്റിക്കാരന്റെയോ കാര്യമല്ല. ബ്രദറങ്കാരുടെ സുവിശേഷകനും വേദാധ്യാപകനുമായ KB ജോൺസ് സാറ് ആശയ്ക്ക് വിരോധമായി ആശയോടെ എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന അനുഭവമാണ്. ഇന്നും ദൈവത്തിന് അത്ഭുതകരമായ നിലയിൽ നമ്മെ സൗഖ്യമാക്കുവാൻ കഴിയും. ആവശ്യമായത് കർത്താവായ യേശുക്രിസ്തുവിലുള്ള നമ്മുടെ ആശ്രയവും നമ്മുടെ തികഞ്ഞ ആത്മവിശ്വാസവുമാണ്. ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ ദൈവം എന്നെ സൗഖ്യമാക്കും. രോഗസൗഖ്യത്തിന് 2 വശങ്ങളാവുള്ളൂ. ഒന്ന്, നമുക്ക് രോഗസൗഖ്യം നൽകണമെന്ന് ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ ഏത് മാരക രോഗത്തെയും ദൈവം സൗഖ്യമാക്കും. എന്നാൽ നമുക്ക് രോഗസൗഖ്യം നൽകി കുറെ നാൾ കൂടെ നമ്മൾ ജീവിച്ചിരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ എത്രമാത്രം പ്രാർത്ഥിച്ചാലും, ചെയിൻ പ്രയർ വെച്ച് പ്രാർത്ഥിച്ചാലും, നാം തന്നെ പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരികയില്ല. കാരണം ദൈവത്തിന് നമുക്ക് രോഗസൗഖ്യം നൽകുന്നതിൽ പ്രത്യേകമായ ഉദ്ദേശമുണ്ട്. അത് തന്റെ ഹിതത്തിന്റെ ആലോചന പരിധിയിൽ പെട്ടതാണെങ്കിൽ ദൈവം സൗഖ്യം തരും എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ 2 സത്യങ്ങൾ സൈമൺ സാറിന്റെ ജീവചരിത്രത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിച്ചത് ഇത് 2 ചരിത്രത്തിന്റെ ഭാഗമായി ലയിച്ചു ചേർന്നതും ഇവിടെ മലയാളക്കരയിലുള്ള പ്രത്യേകിച്ച് മധ്യതിരുവിതാംകൂറിലുള്ള വേർപെട്ട സംഭവങ്ങളിലെ പെന്തക്കോസ്ത് പഠന സംഭവങ്ങളിലെ എല്ലാ ആളുകൾക്കും ഇവിടുത്തെ മാർത്തോമക്കാർക്കും വ്യക്തമായി അറിയാവുന്നതുമായ 2 സംഭവങ്ങളാണ്. അതുകൊണ്ട് ഇന്നും വിശ്വാസത്താൽ നമുക്ക് ദൈവത്തിനു വേണ്ടി പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും എന്നതിലേക്ക് ഉത്തമ ഉദാഹരണങ്ങളായി ഈ സംഭവം ഞാൻ ചൂണ്ടിക്കാട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ നിങ്ങളുടെ കൂട്ടുസഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുമുള്ള. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.